പരിപ്പും തേങ്ങയും ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പാർ രുചികരമായി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. വളരെ തിക്നെസ്സോട് കൂടിയ ഈ ഒരു സാമ്പാർ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. സാമ്പാറിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം എടുക്കുക. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റിൽ അതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് 3 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി, ഒരു ഉള്ളി, 3 പച്ചമുളക് എന്നിവ അരിഞ്ഞ് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇത് ഫസ്റ്റിലൊന്ന് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള വെജിറ്റബിൾസ് വേവിക്കുന്നതിന് മുമ്പേ ഇത് നമുക്ക് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. ഇത് 3ഉം കൂടി ഒരു കുക്കറിലിട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ടുള്ള തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് ആവശ്യമായിട്ട് വരിക. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയൊന്ന് കുതിർത്ത് വെക്കണം. കുതിർന്നതിന് ശേഷം അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് മാറ്റി വെക്കുക. കറക്റ്റ് വേവായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മുരിങ്ങക്കായ സെപ്പറേറ്റ് എടുത്ത് വെക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളവും ഒഴിച്ച് മുരിങ്ങക്കായ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ടോപ്പൊന്നും അടിച്ചു കൊടുക്കണ്ട. മുരിങ്ങക്കായ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലേ. ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അത് വേവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗൾ എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടിയും സെയിം അളവിൽ തന്നെ കടലമാവും കൂടി എടുത്ത് മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ തന്നെ കലക്കി കൊടുക്കാം. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് റെഡിയാക്കി എടുക്കുക. നമ്മൾ വേവിച്ച സാമ്പാർ കഷ്ണത്തിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. സാമ്പാർ മുഴുവനായിട്ടും കൊള്ളുന്ന ഒരു പാത്രം തന്നെ ആയിരിക്കണം വെക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ കടലപ്പൊടി സാമ്പാർ പൊടിയും ചേർത്തുണ്ടാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കടലപ്പൊടി തിക്നെസ് കൂട്ടുന്ന ഒന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് തിക്കാവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊരു തിളക്കാൻ ഇങ്ങനെ സ്റ്റാർട്ടാകുമ്പോൾ ടൈമിൽ തന്നെ നമ്മൾക്ക് വേവിച്ച് വെച്ച സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടിതാ നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ആ കടലമാവ് സാമ്പാർ പൊടിയുടെ മിക്സിയിൽ ഒഴിച്ചു കൊടുത്ത് സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് വെള്ളം തന്നെ കിട്ടിയിട്ടുണ്ടാവും. നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക. അവസാനമായിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ടോട്ടലി ഒന്ന് മിക്സ് ആക്കുക.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.